കെ.സി. വേണുഗോപാൽ പി.വി. അൻവറുമായി കൂടിക്കാഴ്ച നടന്നില്ല. കെ.സി. വേണുഗോപാലിനെ കാണാനായി പി.വി. അൻവർ കോഴിക്കോടെത്തിയിരുന്നു. കൂടിക്കാഴ്ച മാധ്യമ സൃഷ്ടിയാണെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളത്തിൽ കൊള്ളാവുന്ന നേതൃത്വമുണ്ടെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഒരു കൂടിക്കാഴ്ച ആരും തീരുമാനിച്ചിട്ടില്ല, എന്നോടാരും പറഞ്ഞിട്ടുമില്ല. നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോ വാർത്തകൾ ഉണ്ടാക്കുന്നു പറയുന്നുള്ളൂ. ഞാൻ പറയേണ്ട കാര്യം ഉച്ചക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ഇവിടെ കൊള്ളാവുന്ന നേതൃത്വം ഉണ്ടെന്നേ. ഇവിടെ നല്ല നേതൃത്വം ഉണ്ടല്ലോ. മാത്രമല്ല അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറത്തൊന്നും പറയാനില്ല. കാര്യങ്ങൾ നിങ്ങൾ ഈ വിഷയം, നിങ്ങൾക്ക് ഒരുപാട് വിഷയമുണ്ടല്ലോ, അതൊന്നും നിങ്ങൾ പറയാതെ പറയുന്നല്ലേ. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. അസ്ലം, ഇന്ന് വൈകിട്ട് കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ ഈ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത്. വിഷയത്തിൽ ഇടപെടാനില്ല എന്നുള്ള നിലപാടിലാണോ കെ.സി.? കെ.സി.യുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി കേരളത്തിലെ കോൺഗ്രസിന് നേതാക്കളെ പ്രത്യേകിച്ച് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഒരു മറുപടി നൽകിക്കൊണ്ട് പിന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം, ഒരു സംവാദത്തിലേക്ക് പോകാം എന്നായിരുന്നു പിന്നെ പി.വി. അൻവർ തീരുമാനിച്ചിരുന്നത്. അതേസമയം അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് കെ.സി. വേണുഗോപാൽ നിന്ന് കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അദ്ദേഹം വളരെ കൃത്യമായി അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഒരു കൂടിക്കാഴ്ചയും തീരുമാനിച്ചിട്ടില്ല. മാത്രമല്ല കേരളത്തിൽ കൊള്ളാവുന്ന നേതൃത്വമുണ്ട് എന്ന് പറഞ്ഞതോടെ ഈ പ്രശ്നങ്ങൾ പി.വി. അൻവറിൻ്റെ പ്രശ്നം കേരളത്തിലാണ് പരിഹരിക്കേണ്ടതെന്നും അത് കേരള നേതാക്കളാണ് പരിഹരിക്കേണ്ടതെന്നും എ.ഐ.സി.സിയുടെ ഭാഗത്തുനിന്നോ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തോ ഇടപെടേണ്ട അത്ര ഒരു വലിയ പ്രശ്നമല്ല എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. അത് കേരളത്തിലെ നേതാക്കളെ, അത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും കെ.പി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളെ മുഖവിലക്കെടുത്തുകൊണ്ടും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള സമീപനമാണ് കെ.സി. വേണുഗോപാൽ നടത്തിയത്. ഇതോടുകൂടി പി.വി. അൻവർ എല്ലാം കെ.സി. വേണുഗോപാലിലാണ് പ്രതീക്ഷ എന്ന അർത്ഥത്തിൽ കോഴിക്കോടേക്ക് കൂടിക്കാഴ്ചയ്ക്ക് തിരിക്കുകയും അതേസമയം കൂടിക്കാഴ്ച നടത്താനാകാത്ത ഒരവസ്ഥയിലാണ്. അതിനുശേഷം പി.വി. അൻവറിൻ്റെ പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി എന്താണ് നീക്കമെന്നത് വ്യക്തമല്ല. അതേസമയം പി.വി. അൻവറിൻ്റെ മുന്നിൽ ഇനി ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. യു.ഡി.എഫിൻ്റെ സംസ്ഥാന നേതൃത്വം വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വവുമായി മുന്നോട്ട് വെച്ച ആ ഒരു ഫോർമുലയിൽ അത് അംഗീകരിച്ച് മുന്നോട്ട് പോവുക. ഒരുപക്ഷെ അതിന് മുന്നോടിയായി ആ ഫോണിലുള്ള ആശയവിനിമയം എങ്ങാനും കെ.സി. വേണുഗോപാൽ നടത്താൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ നടത്താനുള്ള ഒരു അത് മാത്രമേ ഒരു സാധ്യതയുള്ളൂ. ഇനി എന്തായാലും കെ.സി. വേണുഗോപാൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചു എന്നൊരു കാര്യം വരില്ല. കാരണം അതൊരു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നം കേരള നേതൃത്വം തന്നെ പരിഹരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു. എന്തായാലും ഇന്ന് പകലുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് എടുത്ത അല്ലെങ്കിൽ കേരളത്തിലെ നേതൃത്വം എടുത്ത ആ തീരുമാനത്തിനെ അംഗീകരിക്കാത്ത രീതിയിലേക്ക് ഹൈക്കമാൻഡ് ഇടപെടുന്നു എന്നൊരു ഘട്ടത്തിലാണെങ്കിൽ അവിടെ നിന്ന് മാറി കേരള നേതൃത്വത്തെ, സംസ്ഥാന നേതൃത്വത്തെ, പ്രതിപക്ഷ വി.ഡി. സതീശനെയും കെ.പി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നു എന്നതാണ്. എന്തായാലും നാളെ ഇക്കാര്യത്തിൽ ഇതിൻ്റെ എന്താണ് പി.വി. അൻവറിൻ്റെ സമീപനം അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും. അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. എന്തായാലും യു.ഡി.എഫ് നേതൃത്വം പറയുന്ന കാര്യം ഇത് വൈകാതെ പരിഹരിക്കപ്പെടും. ഒരുപക്ഷെ ചില ഫോൺ വിളി ആശയവിനിമയങ്ങളോട് പരിഹരിക്കപ്പെടുമായിരിക്കും. എന്നാലും നേരിട്ടുള്ള ഇടപെടലോ അല്ലെങ്കിൽ വിവരങ്ങൾ നൽകിയത്.